എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഷർട്ട് ഇടാതെ നമ്മുടെ ഹൊക്കാഗയുടെ മുൻപിൽ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടപ്പനെയാണ് കാണിക്കുക. ഹൊക്കാഗ കുട്ടപ്പനെ നോക്കി ഇപ്പൊ എന്തൊക്കെയോ പേജസ് മറിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടപ്പന്റെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൊക്കാഗെ. കുട്ടപ്പൻ പറയും, ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് ജിപ്സ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല, അമ്മക്കിട്ട് വെച്ച അമ്മിണിക്കാണ് എന്റെ ജിപ്സ് പോലും ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ഉപരിയായിട്ട് എനിക്ക് 5 പ്ലേറ്റ് നൂഡിൽസ് പോലും ഇപ്പൊ തിന്നാൻ കഴിയുന്നില്ല, സത്യമായിട്ടും തിന്നാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പൻ കരയാൻ തുടങ്ങും. അപ്പൊ ഹൊക്കാഗെ ഇപ്പൊ കാര്യമായിട്ട് കണ്ണു തള്ളി ഒരു റിപ്പോർട്ട് നോക്കുന്നുണ്ട്. കുട്ടപ്പനാവട്ടെ ഇപ്പൊ നൈസായിട്ട് ആ ഒരു റിപ്പോർട്ടിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ കാണുക ഹൊക്കാഗ അവന്റെ റിപ്പോർട്ടല്ല, മറിച്ച് ലീയുടെ റിപ്പോർട്ടാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൊക്കാഗ ടെൻഷനായിട്ട് പറയും, ലീ അവൻ ഒരുപാട് ചെക്കപ്പ് ഇപ്പൊ മുടക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയാന്ന് ഇപ്പൊ കുട്ടപ്പനോട് പറയും. അതിന് കുട്ടപ്പൻ, അതൊക്കെ ഞാൻ വിളിച്ചോണ്ട് വരാം, ആദ്യം നീ എന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറയുമ്പോ ഹൊക്കാഗെ ആവട്ടെ അവളുടെ സ്റ്റഡ് എടുത്തിട്ട് കുട്ടപ്പന്റെ തലയിൽ വെച്ചിട്ട് പറയും, നിനക്ക് ബ്രെയിൻ മാത്രമില്ല ബാക്കി എല്ലാം ഓക്കെ ആണെന്ന്. കുട്ടപ്പൻ ചെറുതായിട്ടൊന്ന് ചമ്മുവെങ്കിലും ആള് ഹാപ്പി ആയിട്ട് ഇപ്പൊ തുള്ളിച്ചാടി പുറത്തേക്ക് വരും. കുട്ടപ്പൻ പുറത്തു വന്ന് ഇപ്പൊ ടെൻറ്റിന്റെ അടുത്ത് ലീ എവിടെയും ചോദിക്കുമ്പോ അവള് പറയും, എനിക്കറിയില്ല, അവനെ കുറച്ചു നാളായിട്ട് ഇപ്പൊ പുറത്തേക്ക് കാണാറില്ല. അപ്പോഴായിരിക്കും കുട്ടപ്പൻ ആ ഒരു ഡോച്ചോ ചലഞ്ചിനെ കുറിച്ച് ഓർക്കുക. മിക്കവാറും അവൻ അവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞ് ടൺടണയും കൂട്ടി ഇപ്പൊ നമ്മുടെ കുട്ടപ്പൻ അവിടേക്ക് എത്തും. അവിടെ എത്തുമ്പോ ലീ അവന്റെ സിംഗിൾ ഫിംഗർ കൊണ്ട് ഇപ്പൊ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് കുട്ടപ്പനാവട്ടെ അവൻ ഷോക്കായിട്ട് നോക്കി നിൽക്കും. പക്ഷെ കുറച്ചു നേരം ഇപ്പൊ അവൻ പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനെ കുഴഞ്ഞു വീണ് അവൻ ബോധമില്ലാതെ ഇപ്പൊ താഴെ കിടക്കും. കുട്ടപ്പനാവട്ടെ അവനെ താങ്ങിപ്പിടിച്ച് മുഖത്ത് വെള്ളം ഒഴിപ്പിച്ച് അവനെ എഴുന്നേൽപ്പിക്കും. കുട്ടപ്പൻ ചോദിക്കും, നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നേ? നീ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാത്തോണ്ട് ഇപ്പൊ ഹൊക്കാഗെ ആകെ ദേഷ്യത്തിലാണ്. എത്രയും പെട്ടെന്ന് നീ ഓഫീസിലെത്തണമെന്ന് പറയുമ്പോ ലീ ആവട്ടെ അത് വലിയ രീതിയിൽ കാര്യമാക്കാതെ ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്തേക്ക് വരും. ഹൊക്കാഗ അവനെ ചെക്ക് ചെയ്തിട്ട് പറയും, നിന്റെ ബോഡി അതിപ്പോ ഒരുപാട് ടയേർഡാണ്. അളവിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നിനക്ക് കുറച്ചു കാലത്തേക്ക് മിഷനും പ്രാക്ടീസും ഒന്നും ഞാൻ അനുവദിക്കില്ല. ഇത് പറയാനാണോ നിങ്ങൾ എന്നെ വിളിപ്പിച്ചത്? ഞാനൊരു നിഞ്ചയാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും എൻ്റെ ലൈഫിൽ ബാക്കിയുണ്ട്. പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് ഈ ഒരു ഗ്രാമത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം. എന്നെ കൊണ്ട് ഒരിക്കലും നിങ്ങൾ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ ആവില്ല. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, ഓൾറെഡി നിന്റെ ചക്ര നെറ്റ്വർക്ക് എല്ലാം തന്നെ ഇപ്പൊ ഡാമേജ്ഡ് ആണ്. നിനക്ക് പ്രാക്ടീസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും അത് ഓവർ ആവരുത്. മാത്രമല്ല, ഒരിക്കലും എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഹിഡൻ ലോട്ടസ് ജിപ്സു അത് നീ പ്രാക്ടീസ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ലീയെ അവൾ പുറത്തേക്ക് പറഞ്ഞയക്കും. അവൻ ഒരുപാട് വിഷമത്തില് ഇപ്പൊ പുറത്തേക്ക് പോകുന്ന കാണുമ്പോ കുട്ടപ്പൻ അവനെ വിളിച്ച് കാര്യം അന്വേഷിക്കുമെങ്കിലും ലീ ആവട്ടെ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ എവിടേക്കോ നടന്നുപോയി ഒറ്റയ്ക്ക് നിൽക്കും. അപ്പൊ ലീയുടെ പിന്നാലെ തന്നെ ഇപ്പൊ മൈഗൈ വന്ന് അവനോട് കാര്യം ചോദിക്കും. അതിന് ലീ പറയും, ഹൊക്കാഗ പറഞ്ഞു ഇനി ഒരിക്കലും ലോട്ടസ് ജിപ്സു എന്നോട് യൂസ് ചെയ്യരുതെന്ന്. അതിന് മൈഗൈ പറയും, എൻ്റെ ഒരൊറ്റൊരാളുടെ റിസ്കിലാണ് അത്രയും വലിയ ഓപ്പറേഷൻ നിന്നിൽ നടത്തിയത്. അതിന് മൈഗൈ ആവട്ടെ ഇപ്പൊ വീണ്ടും അവനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങും. നിനക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചൂടെ? നിനക്ക് ഇത്രയും കഴിവുള്ളതല്ലേ? തീർച്ചയായിട്ടും നിന്നെക്കൊണ്ട് അതിന് സാധിക്കുമെന്ന് ഇപ്പൊ മൈഗൈ പറയും. കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ നിനക്ക് പ്രാക്ടീസ് തരാന്ന് പറഞ്ഞ് മൈഗൈ ആവട്ടെ അവനെയും കൂട്ടി ഇപ്പൊ അക്കാദമിയിലെ പ്രാക്ടീസ് ഹാളിലേക്ക് വരും. അപ്പൊ ഹാളിൽ എത്തുമ്പോഴായിരിക്കും ഇപ്പൊ യാഗുറ എന്ന് പേരുള്ള ഒരു പെണ്ണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കാണുക. മൈഗൈ പറയും, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവളിവിടെ വമ്പൻ പ്രാക്ടീസാണ്. ഒരു നിഞ്ചയാണോ ജുനിയനാണോ ഒന്നും തന്നെ അറിയില്ല. ഇവനിപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഞാനാണ്, നിന്റെ ജൂനിയറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീ ഇവന് ട്രെയിനിങ് കൊടുക്കണമെന്ന് മൈഗൈ ലീൻ്റെ അടുത്ത് പറയും. ലീ താല്പര്യമില്ലാതെ പറയും, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ മാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് കൊടുക്കാം. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ കുട്ടപ്പനും ടെൻറ്റനും ആവട്ടെ ഇപ്പൊ എന്തിനാണ് ലീ അക്കാദമിയിലേക്ക് പോയത് എന്നറിയാതെ ടെൻഷൻ അടിച്ച് അക്കാദമിയിലേക്ക് ഓടി വരും. അപ്പൊ നമ്മുടെ ചെക്കനും ടെൻറ്റനും അവിടേക്ക് വരുമ്പോ ലീയും നമ്മുടെ പുതിയ പയ്യനും ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മൈഗൈ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പുതിയ ചെക്കനാവട്ടെ അവൻ ചാടി അടുത്ത് ലീയുടെ അടുത്തേക്ക് കറങ്ങി വന്ന് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പവർ അതെന്താണെന്ന് ഇപ്പൊ കാണിക്ക്. ലീ അത് കേട്ട് വണ്ടർ അടിച്ചു നിൽക്കുമ്പോ അവൻ വളരെ സ്പീഡില് കറങ്ങി വന്ന് ലീ അടിക്കാൻ ശ്രമിക്കും. അവന്റെ സ്പീഡ് കണ്ട് ഇപ്പൊ ലീ തന്നെ 1 മിനിറ്റ് സ്റ്റക്കായി പോവും. അവനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ തട്ടി മാറ്റി ഒരു പഞ്ച് വെക്കാനായിട്ട് ലീ മുൻപോട്ട് വരും. പക്ഷെ അവൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ലീന്റെ കാല് തന്നെ ഒട്ടിച്ചങ്ങോട്ട് കളയും.
ലീ വേദനയെടുത്ത് ഇപ്പൊ അലറിക്കരയുമ്പോ മൈഗൈ അവന്റെ കാല് ചെക്ക് ചെയ്യും. ലീയുടെ കാലിന് ഇപ്പൊ നല്ല പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കിയ മൈഗൈ ആവട്ടെ ആ ഒരു പുതിയ ചെക്കനോട് ചോദിക്കും, നീ ഇപ്പൊ എന്താ ചെയ്തത്? ഈ ഒരു ഡേഞ്ചർ ടെക്നിക്കൊക്കെ നീ ഇപ്പൊ എവിടുന്ന് പഠിച്ചു? അതിനവൻ പറയും, ഐ എം റിയലി സോറി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഫൈറ്റിനിടയിൽ എനിക്കറിയാതെ സംഭവിച്ചതാണ്. അതിന് ലീ പറയും, അവൻ നല്ല രീതിയിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യട്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടപ്പനാവട്ടെ അവന് ചീത്ത പറയാൻ തുടങ്ങും. ആദ്യം നീ ഹോസ്പിറ്റലിൽ പോ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിന്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. ഇവിടെ സാക്കുറ അവന്റെ കാലിൽ ബാൻഡേഡ് ഒക്കെ ഇട്ട് ഇപ്പൊ അവൻ പുറത്തേക്ക് വരുമ്പോ അവളോട് ചോദിക്കും, അപ്പൊ എനിക്ക് അടുത്ത ദിവസം മുതൽ പ്രാക്ടീസ് ചെയ്തൂടെ? അതിന് സാക്കുറ പറയും, നിന്നോട് എത്ര തവണ പറയണം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന്? നിന്റെ കാലിന് നല്ല പരിക്കുണ്ട്, അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അവൾ ലീയെ ഇപ്പോ പുറത്തേക്ക് പറഞ്ഞയക്കും. അപ്പൊ പുറത്തായിട്ട് ഇപ്പൊ നറൂട്ടോയും ടെൻടണും നെജിയും നൂഡിൽസ് ഒക്കെ കഴിച്ചുകൊണ്ട് അവരുടെ ഫൈറ്റിനെ കുറിച്ച് ഓരോരോ കമന്റുകൾ പറയുന്നതായിട്ട് ഇപ്പൊ ലീ കേൾക്കും. അവൻ പതിയെ അടുത്തേക്ക് ചെന്ന് അവൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അവര് ലീയെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോ അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്ക് ഒരുപാട് സന്തോഷാവും. അവൻ ചിരിക്കാൻ തുടങ്ങും. സത്യമായിട്ടും എനിക്ക് ഇത്രയും ടാലന്റ് ഒക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ച് അവനിപ്പോ വീണ്ടും മുൻപോട്ട് നടക്കും. കട്ട് ചെയ്ത ഹൊക്കാകെ ഒരു സീറാങ്ക് മിഷൻ എടുത്ത് മൈഗയുടെ കൈ കൊടുത്ത്, ഇത് പുതിയതായിട്ട് വന്ന ഒരു സീറാങ്ക് മിഷനാണ്, ഇപ്പൊ നിന്റെ കൂടെ അയക്കാൻ വേറെ ആരും ഗ്രാമത്തിൽ ഫ്രീ ആയിട്ടില്ല, അതുകൊണ്ട് നീ തന്നെ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുമ്പോ മൈഗൈ പറയും, അതിന് പറ്റിയ ഒരാള് ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. കട്ട് ചെയ്ത മൈഗൈ ഇപ്പൊ റോഡിലൂടെ നടന്നു വരുമ്പോ ആ ഒരു പുതിയ പയ്യനെ കാണും. നീ വിഷമിക്കേണ്ട, എന്റെ കാല് റെഡിയായ ഉടൻ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോ അവനാവട്ടെ അത് മൈൻഡ് ചെയ്യാതെ മുൻപിലേക്ക് നടന്നു പോകും. അവൻ 2 സ്റ്റെപ്പ് മുൻപോട്ട് പോയി അവിടെ നിന്ന് ലീയെ തുറിച്ചു നോക്കും. നീ ഇപ്പൊ തന്നെ എന്റെ അടുത്തുനിന്ന് മാറിപ്പോക്കോ, അല്ലെങ്കിൽ നിന്റെ മറ്റേ കാലും കൂടെ ഞാൻ തല്ലി ഒടിക്കും. നിനക്കൊന്നും എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ടാണ് മൈഗൈ അടുത്തൊരു മിഷന് ഇപ്പൊ എന്നെ കൊണ്ടുപോകുന്നതെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയും. അത് കേട്ട് ലീ ഇപ്പൊ ഞെട്ടും. അത് കേട്ട് ടെൻഷനായി ഇപ്പൊ ലീ ആവട്ടെ അവന്റെ പുറകെ തന്നെ വരുമ്പോഴായിരിക്കും അവൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് ലീക്ക് മനസ്സിലാവുക. അവൻ ഒത്തിരി വിഷമത്തോടു കൂടെ ഇപ്പൊ തിരികെ പോകുമ്പോ മൈഗയും ആ ഒരു പുതിയ പയ്യനും ആവട്ടെ മിഷനു വേണ്ടി ഇപ്പൊ ഹായ് ആയിട്ട് ഗ്രാമത്തിന് പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത ഹൊക്കാകെ ഇപ്പൊ നൈസായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി അവിടേക്ക് ഓടി വന്ന് ഇപ്പൊ നിലവിളിച്ച് പറയും, മൈഗയുടെ കൂടെ പോയ ആ ഒരുത്തൻ അവൻ ആള് ശരിയല്ല, അവൻ ഒരുപാട് പേരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല മൈഗൈ പോലും ഇപ്പൊ അപകടത്തിലാണ്. അത് കേട്ട് ടെൻഷനായ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ പെട്ടെന്ന് തന്നെ നെജിയോടും ടെൻടനോടും കുട്ടപ്പനോടും മൈഗൈയെ അന്വേഷിച്ച് അവരുടെ പുറകെ തന്നെ പോകാനായിട്ട് ഇപ്പൊ ഉത്തരവിടും. കട്ട് ചെയ്ത ഇപ്പൊ മൈഗൈ ആവട്ടെ വലിയൊരു മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായിട്ട് ആ ഒരു പുതിയ പയ്യൻ അവൻ വിളിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ മിക്കവാറും ഇപ്പൊ താഴെ വീഴുമെന്ന് പറയുമ്പോ തന്നെ അവൻ താഴേക്ക് വീഴും. അതിന് മൈഗൈ ചിരിച്ചിട്ട്, ഇവനാണോ നമ്മുടെ ലീനെ അടിച്ചു തോപ്പിച്ചത്? ഞാൻ കരുതിയത് ഇവൻ കുറച്ചുകൂടെ ഉഷാറായിരിക്കും പറഞ്ഞ് ഇപ്പൊ മൈഗൈ ആവട്ടെ താഴേക്കിറങ്ങി അവൻ അന്വേഷിക്കാൻ തുടങ്ങും. അവന്റെ പേര് വിളിച്ച് മൈഗൈ മുൻപോട്ട് വരുമ്പോ അവിടെ മുഴുവനായിട്ടും ഇപ്പൊ ഭയങ്കര മഞ്ഞാണ്. അവിടെ മുഴുവനായിട്ടും ഇപ്പൊ കുൻഫു ട്രെയിനിങ് മെഷീൻസ് നമ്മുടെ മൈഗൈ കാണും. ഇത് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൈഗൈ ആവട്ടെ അതിന് 2 തൊഴിയൊക്കെ കൊടുത്ത് ഇപ്പൊ വീണ്ടും അവൻ അന്വേഷിച്ച് നടക്കും. അപ്പോൾ അതേ സമയത്ത് അവന്റെ ബാക്കിലായിട്ട് ആ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഇപ്പൊ മൈഗയുടെ പിന്നാലെ തന്നെ നടന്നു വരാൻ തുടങ്ങും. അപ്പൊ ആ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഇപ്പൊ മൈഗയുടെ മേലേക്ക് ചാടി വീണ് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. മൈഗൈ അത് കണ്ട് പേടിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ഇവിടെ നെജിക്കാവട്ടെ അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് അവരെ കണ്ടെത്താൻ കഴിയില്ല. അവര് തീർച്ചയായിട്ടും ഇപ്പൊ ആ ഒരു ഡേഞ്ചർ മലയുടെ മുകളിലുണ്ടാവുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ ഒരു മലയെ ലക്ഷ്യമാക്കിയിട്ട് ഇപ്പൊ ഓടാനായിട്ട് തുടങ്ങും. ഇവിടെ ആ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഇപ്പൊ ചാടി ചാടി മൈഗൈനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. മൈഗൈക്ക് ഒട്ടും സഹിക്കാതെ അവനാവട്ടെ ചാടി എഴുന്നേറ്റ് ആ ഒരു എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ അടിച്ച് തകർക്കാൻ തുടങ്ങും. പക്ഷെ അടി കിട്ടി അത് തെറിച്ച് വീഴുന്നേനെ വീണ്ടും വീണ്ടും അത് ജോയിന്റ് ആയിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ലീ ആവട്ടെ അവന്റെ കൈ വെച്ച് ഇപ്പൊ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാണ്. ഇവിടെ മൈഗൈ മാസായിട്ട് ഫൈറ്റ് ചെയ്ത് ആ എക്യുപ്മെന്റ്സ് അതെല്ലാം ഒന്നു ചേർന്ന് ഇപ്പൊ ഒരു വീടായി നമ്മുടെ മൈഗയെ ലോക്ക് ചെയ്ത് പിടിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.